പ്രൈസ് ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ രാത്രിയിൽ ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. അതിനാധാരമായി സങ്കീർത്തനങ്ങളുടെ പുസ്തകം 34 അധ്യായം 5 വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ച് പോയതുമില്ല. പ്രൈസ് ലോർഡ്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ച് പോയതും ഇല്ല. പ്രൈസ് ലോർഡ്. വളരെ സുപരിചിതമായ വേദഭാഗമാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചന ഭാഗമാണ്. പ്രൈസ് ലോർഡ്. എല്ലാ അഭിഷിക്തന്മാർക്കും എല്ലാ ദൈവമക്കൾക്കും ഈ രാത്രിയിൽ ഈ വചനം ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ കർത്താവിൽ പ്രാർത്ഥിക്കുകയും വിശ്വാസത്താൽ പ്രവചിക്കുകയും ചെയ്യും. പ്രൈസ് ലോർഡ്. ഈ രാത്രിയിൽ ഈ വചനം കേൾക്കുന്ന ജനത്തോട് പറയുവാനുള്ളത്: നീ എവിടെയെങ്കിലും നിന്ദിക്കപ്പെട്ടു എന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, നീ എവിടെയെങ്കിലും ലജ്ജിക്കപ്പെട്ടു എന്ന് ആമേൻ തോന്നിയിട്ടുണ്ടെങ്കിൽ, നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ അംഗീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ലോർഡ്. നീ എവിടെയെങ്കിലും ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും നീ തള്ളപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, ഈ രാത്രിയിൽ ഞാൻ വിളിച്ചു പറയാം, നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു കരമുണ്ട്. പ്രൈസ് ലോർഡ്. എത്ര പേർക്ക് ഇന്ന് രാത്രിയിൽ എന്നോട് ചേർന്ന് പറയുവാൻ കഴിയും? ആരൊക്കെ എന്നെ തള്ളിക്കളഞ്ഞാലും, ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും ചേർത്ത് പിടിക്കുന്ന ഒരു മഹത്വകരമായ കരമുണ്ട്. കൈവിടാത്തൊരു കരമുണ്ട്, തള്ളിക്കളയാത്തൊരു കരമുണ്ട്. അത് അവൻ ഇന്നേക്ക് 2023 വർഷങ്ങൾക്ക് മുൻപ് കാൽവറി ക്രൂശിൽ ഇരുമ്പാണികളാൽ തറയപ്പെട്ട ആ കരമാണ്. അതൊരിക്കലും വീണു പോകുവാൻ അനുവദിക്കത്തില്ല. അത് നിന്നെ ആമേൻ താഴ്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് കരം പിടിച്ചുയർത്തുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. എല്ലാ പ്രതിബന്ധങ്ങളെയും ജയിക്കുന്ന ഒരു ജയത്തിന്റെ കരമാണ് ആമേൻ നമ്മോട് കൂടെ ഉള്ളത്. അതുകൊണ്ട് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രിയിൽ എന്നോട് ചേർന്ന് ആമേൻ ഹല്ലേലൂയ വിശ്വസിക്കുന്നവർ ഈ വീഡിയോ മെസ്സേജ് കാണുമ്പോൾ ആമേൻ ആമേൻ എന്നോട് ചേർന്ന് പറയാൻ തയ്യാറാണെങ്കിൽ ആമേൻ നിശ്ചയമായും വലിയ ജയം, വലിയ അത്ഭുതം, വലിയ ആമേൻ ഉയർച്ച ആമേൻ നീ കാണുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം ആമേൻ 2 ദിനവൃത്താന്ത പുസ്തകം 20 അധ്യായം ആമേൻ ആമേൻ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു. 2 ദിനവൃത്താന്ത പുസ്തകം 20 അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം അത് ഇങ്ങനെ വായിക്കുന്നു: നീ അവരെ ന്യായം വിധിക്കുകയില്ലേ? ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. എന്തു ചെയ്യേണ്ടു എന്ന് അറിയുന്നതുമില്ല. എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടി റെഫറൻസ് പറയാം. 2 ദിനവൃത്താന്ത പുസ്തകം 20 അധ്യായം 2-ാമത്തെ വാക്യം: നീ അവരെ ന്യായം വിധിക്കുകയില്ലയോ? ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. എന്തു ചെയ്യേണ്ടു എന്ന് അറിയുന്നതുമില്ല. എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കിക്കേ, ആമേൻ. യഹൂദയ്ക്ക് നേരെ, ഇസ്രായേലിന് നേരെ വലിയൊരു ശക്തി, അവരെ നശിപ്പിച്ച് കളയേണ്ടതിന്, തകർത്ത് കളയേണ്ടതിന് പദ്ധതി ഒരുക്കിക്കൊണ്ട് ആമേൻ അവർ പാർത്തിരുന്നത് ആമേൻ ആമേൻ സ്ഥലത്തിന് ചുറ്റും വളഞ്ഞ് അവരെ പരിപൂർണമായി നശിപ്പിച്ച് കളയുവാൻ പദ്ധതിയിട്ടപ്പോൾ ആമേൻ പ്രാർത്ഥിക്കുന്നവൻ, ദൈവത്തോട് കൂടെ നടക്കുന്നവൻ, ആരാധിക്കുന്നവൻ, ഹല്ലേലൂയ, അവൻ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാനിടയായി തീർന്നു. ആമേൻ. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, അവൻ നിനക്കെതിരെ ശത്രു പദ്ധതി ഒരുക്കുമ്പോൾ, നിനക്കെതിരെ തന്ത്രങ്ങൾ മെനയുമ്പോൾ, നിന്നെ തകർത്ത് കളയുവാൻ, നിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ ഭൂമിയിൽ ഒരു ശേഷി പോലും ഇല്ലാതെ വണ്ണം
തകർത്ത് കളയുവാൻ പദ്ധതിയിരിക്കുമ്പോൾ, ഹല്ലേലൂയ, നീ ദൈവകൃപയിൽ ആശ്രയിക്കാൻ തയ്യാറാണെങ്കിൽ, ദൈവസന്നിധിയിൽ പൊട്ടുമടക്കാൻ തയ്യാറാണെങ്കിൽ, അവന്റെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ, ദൈവശബ്ദം കേൾപ്പാൻ തയ്യാറാണെങ്കിൽ, ഹല്ലേലൂയ, അവൻ വലിയ വിടുതലുകളും അത്ഭുതങ്ങൾ കാണുവാനിടയായി തീരും. പ്രതികൂലം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ, അവൻ നിൽക്കുവാൻ കഴിയത്തില്ല എന്ന് പറയുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ, അവൻ നിലവിളിക്കാനും പെറുപെറുക്കാനും നിരാശപ്പെടാനും ദൈവത്തിൽ നിന്നും ദൈവസന്നിധിയിൽ നിന്നും ഇറങ്ങിപ്പോകാൻ തയ്യാറായാൽ നിശ്ചയമായും ആമേൻ, ഹല്ലേലൂയ, നീ ചെറിയ പരാജയമായിരിക്കത്തില്ല നീ കാണുന്നത്, വലിയ പരാജയമായിരിക്കും. വലിയ പരാജയം, ചെറുതല്ല, വലിയ പരാജയം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്നാൽ നോക്കിക്കേ, ശത്രു വലിയ പദ്ധതി പരിപൂർണമായി നശിപ്പിച്ചു കളയുവാൻ പദ്ധതിയിട്ടപ്പോൾ, ആമേൻ, യഹോശാഫാത്ത് എന്ന് പറയുന്ന അഭിഷിക്തൻ ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. ദൈവശബ്ദം കേൾപ്പാൻ ഇരുന്നു. അവൻ ദൈവസന്നിധിയിൽ ഇരുന്നിട്ട് പറഞ്ഞു, എനിക്ക് വലിയ അഭിഷേകമുണ്ട്, എനിക്ക് പാടാൻ കഴിവുള്ളവനാണ്, എനിക്ക് പ്രസംഗിക്കാൻ കഴിവുള്ളവനാണ്, എനിക്ക് പ്രവചിക്കാൻ കഴിവുള്ളവനാണ്. പിന്നെ എന്തുകൊണ്ട് എനിക്കെതിരെ ശത്രു എഴുന്നേൽക്കുന്നു? പിന്നെ എന്തുകൊണ്ട് ആമേ പിശാചിനെ തകർത്തു കളയുവാൻ അവൻ നോക്കുന്നു? പിന്നെ എന്തുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയാതെ പോകുന്നു? ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ആമേൻ അഭിഷിക്തന്മാരോട് പറയുവാനുള്ളത്, എന്നെ കേൾക്കുന്ന അഭിഷിക്തരോട് പറയുവാനുള്ളത്, എന്നെ കേൾക്കുന്ന വിശ്വാസ സമൂഹത്തോട് പറയുവാനുള്ളത്, ആമേൻ, ഹല്ലേലൂയ, പ്രാർത്ഥിക്കുന്ന നിനക്ക്, ആമേൻ, ഹല്ലേലൂയ, ദർശനമുള്ള നിനക്ക്, ഹല്ലേലൂയ, ആമേൻ, വിളിയുള്ള നിനക്ക് പ്രതികൂലങ്ങൾ ശക്തിപ്പെടുകയുള്ളൂ. ആമേൻ, നിന്റെ മേൽ, ആമേൻ, നിനക്കെതിരെ എഴുന്നേൽക്കുന്ന ആമേൻ പിശാചിന്റെ പദ്ധതികൾ ചെറുതല്ല, അവന്റെ തന്ത്രങ്ങൾ ചെറുതല്ല, അവന്റെ വെല്ലുവിളികൾ ചെറുതല്ല, അവന്റെ ഹല്ലേലൂയ ആയുധങ്ങൾ ചെറുതല്ല, അത് വലിയതാണ്. എന്നാൽ ഇന്ന് രാത്രിയിൽ അതിന്റെ നടുവിൽ ദൈവസന്നിധിയിൽ കൊണ്ടുമടക്കാൻ തയ്യാറാണോ? വലിയ അത്ഭുതങ്ങൾ കാണുവാനിടയായി തീരും. അവൻ ദൈവസന്നിധിയിൽ ചെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: കർത്താവേ, അവരെ നശിപ്പിച്ച് കളയണമേ എന്നല്ല പ്രാർത്ഥിച്ചത്, അവരെ ഇല്ലായ്മ ചെയ്യണമേ എന്നല്ല പ്രാർത്ഥിച്ചത്. അവൻ പ്രാർത്ഥിച്ചത്, നീ അവരെ ന്യായം വിധിക്കയില്ലയോ? ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർത്ത് നിൽപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ലെന്ന് ഒന്ന് പറഞ്ഞു. നീ ന്യായം വിധിക്കത്തില്ലയോ? ന്യായമായി ചെയ്യത്തില്ലയോ? 2, ഞങ്ങൾക്ക് അവരോട് എതിർത്ത് നിൽപ്പാനുള്ള ശക്തിയില്ല. ചിലതൊക്കെ നാം ദൈവസന്നിധിയിൽ തുറന്ന് സമ്മതിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം അത്ഭുതവാനായി, അതിശയവാനായി നമ്മുടെ നടുവിലേക്ക് ഇറങ്ങി വരുവാനിടയായി തീരും. ഒന്ന് പറഞ്ഞു, കർത്താവേ, നീ ന്യായം വിധിക്കയില്ലയോ? ന്യായത്തോടെ നീ ഇടപെടത്തില്ലയോ? 2, അവരോട് എതിർത്ത് നിൽപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ലെന്ന് പറഞ്ഞു. അടുത്തത്, ഇനി എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയത്തുമില്ല. അപ്പോ അവർക്ക് കാര്യം അറിയില്ല. കർത്താവേ, നീ ന്യായത്തോടെ ഇടപെടണം, അവരോട് എതിർത്ത് നിൽപ്പാനുള്ള ശക്തി എനിക്കില്ല, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. പലപ്പോഴും പല പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ, ആമേൻ, മരണകരമായ സാഹചര്യം, മരണവക്കിന്റെ വക്കിലെത്തി നിൽക്കുമ്പോഴും അതിനെങ്ങനെ കൈകാര്യം ചെയ്യണം, എങ്ങനെ ആ കാര്യം മുൻപോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ കുഴഞ്ഞു പോകുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ മുൻപിൽ കടന്നു വരാറുണ്ട്. കൺഫ്യൂഷനായി നിൽക്കുന്ന സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. എന്നാൽ അതിന്റെ നടുവിലും നിങ്ങളുടെ കൺഫ്യൂഷനെ മാറ്റുവാൻ, നിങ്ങളുടെ ആകുലതകളെ മാറ്റുവാൻ, നിങ്ങളുടെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്ന് പറയുന്ന അനുഭവത്തിനകത്ത് വ്യക്തമായി മറുപടി തരുവാൻ, വ്യക്തമായ ഒരു സൊല്യൂഷൻ തരുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. അവന്റെ പേരത്രേ, ആമേൻ, കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവൻ സർവജ്ഞാനിയായ ദൈവം, അവൻ സർവശക്തനായ ദൈവം, അവൻ സർവവ്യാപിയായ ദൈവം, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു. അവൻ നിങ്ങൾക്ക് വേണ്ടി നിശ്ചയമായും ആമേൻ അത്ഭുതങ്ങൾ ചെയ്തിരിക്കും. ഹല്ലേലൂയ. ശത്രുവിന്റെ മുൻപിൽ പരാജയപ്പെടുവാൻ, അവൻ നിന്ദിക്കപ്പെടുവാൻ,
അവരുടെ കൈ ആമേൻ ഹല്ലേലൂയ ആമേൻ ശത്രുവിന്റെ കരത്തിലെ ആമേൻ കളിപ്പാട്ടമായി മാറുവാൻ ആമേൻ അഭിഷേകം ആമേൻ ആമേൻ പകർന്ന ആമേൻ ദൈവത്തിന്റെ കൃപ പകർന്ന ദൈവത്തിന്റെ നിയോഗം ആമേൻ ഹല്ലേലൂയ പകർന്ന നിന്നെ ഇട്ടുകൊടുക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. അതാണ് ഒരു ദൈവ പൈതലിന്റെ ഉറപ്പെന്ന് പറയുന്നത്. അതാണ് ഒരു അഭിഷിക്തന്റെ ഉറപ്പെന്ന് പറയുന്നത്. ഇന്ന് രാത്രിയിൽ ആമേൻ ഹല്ലേലൂയ ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ ആമേൻ നിരാശപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ലജ്ജിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ തലകുനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആമേൻ നിങ്ങൾ ഏത് സാഹചര്യത്തിന്റെ അകത്ത് ഏത് ദേശത്തിൽ വെച്ചാണോ ആമേൻ തലകുനിക്കപ്പെട്ടത്, നിന്ദിക്കപ്പെട്ടത്, ആമേൻ ആ ദേശത്ത് കൊണ്ടുപോയി തന്നെ ദൈവം നിങ്ങളെ മാനിക്കുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശത്രുവിന്റെ ആമേൻ കരത്തിലെ കളിപ്പാവയായി മാറുവാൻ അഭിഷേകമുള്ള ദൈവദാസനെ, അഭിഷേകമുള്ള ദൈവദാസിയെ, അഭിഷേകം പ്രാപിച്ച ആമേൻ ഹല്ലേലൂയ വിശ്വാസിയെ ദൈവം തന്നെ അനുവദിക്കത്തില്ല. അതാണ് ഒരു അഭിഷേകത്തിന്റെ ഉറപ്പ്. അതാണ് ഒരു വിശ്വാസിയുടെ ഉറപ്പ്. അതാണ് ഒരു അഭിഷേകം പ്രാപിച്ച വ്യക്തിയുടെ ഉറപ്പെന്ന് പറയുന്നത്. ആമേൻ ആമേൻ. അവരിത്രേ പറഞ്ഞുള്ളൂ, കർത്താവേ എന്ത് ചെയ്യണമെന്നറിയത്തില്ല, അവരോട് എതിർത്ത് നിൽപ്പാനുള്ള ശക്തിയും എനിക്കില്ല. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ആമേൻ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ. ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞ കാര്യമാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും. ഈ വചനത്തെ മുറുകെ പിടിക്കാൻ തയ്യാറാണോ? ആമേൻ. ഈ വചനത്തെ മുറുകെ പിടിക്കാൻ തയ്യാറാണെങ്കിൽ ആ വചനത്തിന്റെ ശക്തി നിന്റെ അകത്ത് വ്യാപരിക്കാൻ തുടങ്ങും. ആ ശക്തി നിന്റെ മുൻപിലുള്ള പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും തടസ്സങ്ങളെയും ജയിക്കുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ നിങ്ങളെ താഴ്ത്തുന്ന ദൈവമല്ല, അവൻ നിങ്ങളെ നിന്ദയ്ക്ക് വിട്ടുകൊടുക്കുന്ന ദൈവമല്ല, അവൻ നിങ്ങളെ ലജ്ജിപ്പിക്കുന്ന ദൈവമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നോക്കി, ശത്രു തകർത്ത് കളയുമെന്ന്, ഇല്ലായ്മ ചെയ്യുമെന്ന് വെല്ലുവിളിക്കുന്നതിന്റെ നടുവിൽ മുട്ടുമടക്കാൻ തയ്യാറാണോ? വ്യക്തമായ മറുപടി, വ്യക്തമായ ഇടപെടൽ അവൻ നിശ്ചയമായും ഉണ്ടായിരിക്കും. എനിക്കറിയില്ല, ഈ രാത്രിയിൽ എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ആരോടൊക്കെ അവൻ സംസാരിക്കുവാൻ പറയുന്നു. എവിടെയൊക്കെ പരാജയപ്പെട്ടു എന്ന് തോന്നുന്നെങ്കിൽ, എവിടെയൊക്കെ അവൻ ലജ്ജിക്കപ്പെട്ടുവെന്ന് തോന്നുന്നുവെങ്കിൽ, എവിടെയൊക്കെ ആരുടെയൊക്കെ മുൻപിൽ നിൽക്കുവാൻ കഴിയാത്തതുപോലെയുള്ള ആമേ സാഹചര്യത്തിലൂടെ, മാനസിക ചിന്തയിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ട്. ഈ രാത്രിയിൽ ഞാൻ അവരോട് വിളിച്ചു പറയട്ടെ, ആമേൻ, നിന്നെ തല ഉയർപ്പോടെ നിർത്തുന്ന ഒരു ദിവസമുണ്ട്. നീ മുട്ടുമടക്കാൻ തയ്യാറായിക്കോ, നീ ദൈവ ശബ്ദം കേൾക്കാൻ തയ്യാറായിക്കോ. നിനക്ക് വേണ്ടുന്ന ദൈവിക ആലോചനയും ദൈവിക മറുപടിയും ദൈവത്തിന്റെ ആത്മാവ് തരുവാനിടയായിത്തീരും. ഒരിക്കലും ദൈവം നിന്നെ ലജ്ജയ്ക്ക് വിട്ടുകൊടുക്കത്തില്ല. ഒരിക്കലും ദൈവം നിന്നെ നിന്നയ്ക്ക് വിട്ടുകൊടുക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, ഞങ്ങൾക്ക് ശക്തിയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന്റെ അടുത്ത വാക്യം ഇങ്ങനെ വായിക്കുന്നു, 15-ാമത്തെ വാക്യം. അവൻ പറഞ്ഞത് എന്തെന്നാൽ, യഹൂദ്യരൊക്കെയും യെരൂശലേം നിവാസികളും യഹോശാഫാത്ത് രാജാവായുള്ളവരെ കേട്ടുകൊള്ളുവിൻ. യഹോവ ഇപ്രകാരം നിങ്ങളോട് അരുളി ചെയ്യുന്നു, ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതത്രേ. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, അപ്പോൾ പ്രതികൂലങ്ങളെ, പ്രതിസന്ധികളെ, സാഹചര്യങ്ങളെ നോക്കാതെ ദൈവസന്നിധിയിൽ ദൈവം എന്നോട് സംസാരിക്കും, ദൈവം എനിക്ക് വേണ്ടി പ്രത്യുത്തരം നൽകുമെന്ന് കേൾക്കുവാൻ തയ്യാറാണെങ്കിൽ നിശ്ചയമായും ദൈവം നിങ്ങളോട് ഇടപെടുവാനിടയായിത്തീരും. ദൈവം പറഞ്ഞു, അവൻ ഈ വലിയ സമൂഹത്തെ കണ്ട്, ഈ വലിയ ജനത്തെ കണ്ട്, അവരുടെ ആയുധങ്ങളെ കണ്ട്, അവരുടെ ശരീര വലിപ്പം കണ്ട് നീ ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട, നീ ഭ്രമിച്ചു പോകേണ്ട. ആമേൻ, ഞാൻ ഹല്ലേലൂയ നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഇത് പറഞ്ഞത് ഒരു മനുഷ്യനല്ല, ഇത് പറഞ്ഞത് ദൈവത്തിന്റെ ആത്മാവാണ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഏത് സാഹചര്യത്തിന്റെ നടുവിലും ദൈവശബ്ദം കേൾക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവം വ്യക്തമായി ഇടപെടുവാനിടയായി തീരും. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് പ്രവാചകനോട് പറഞ്ഞു, ഈ വലിയ ജനസമൂഹം കണ്ട് നീ ഭയപ്പെടരുത്, ഭ്രമിക്കുകയും വരുത്. കാരണം ആമേൻ, ഈ വിഷയം നിന്റേതല്ല, ഈ വിഷയം ദൈവത്തിൻ്റെതാണ്. പ്രൈസ് ദി ലോർഡ്. എന്നോട് ദൈവാത്മാവ് ഇടപെടുന്നു. ആമേൻ. ചിലപ്പോൾ ആമേൻ വിഷയങ്ങൾ ആമേൻ നിന്റെ മുൻപിലാണ് വരുന്നതെങ്കിലും ആമേൻ ഹല്ലേലൂയ ആ വിഷയങ്ങൾ ആമേൻ ആമേൻ
ആമേൻ, ദൈവത്തിന്റെ അഭിഷേകം നിന്റെ മേൽ ഉള്ളിടത്തോളം, ദൈവത്തിന്റെ വിളി നിന്റെ മേൽ ഉള്ളിടത്തോളം, ദൈവത്തിന്റെ നിയോഗം നിന്റെ മേൽ ഉള്ളിടത്തോളം ആ വിഷയം നിന്റേതല്ല, ആ വിഷയം സ്വർഗത്തിലെ ദൈവത്തിൻ്റെതാണ്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെതാണ് ആ വിഷയം, സ്വർഗത്തിലെ ദൈവത്തിൻ്റെതാണ്. അപ്പോൾ ആ വിഷയത്തിൽ ഇടപെടേണ്ട പരിപൂർണ ഉത്തരവാദിത്വം അത് നിനക്കുള്ളതല്ല, ആമേൻ, നിന്നെ വിളിച്ചിറക്കിയവന്റെ ഉത്തരവാദിത്വമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ നോക്കിക്കേ, ആമേൻ, ദൈവത്തിന്റെ ആത്മാവ് അഭിഷിക്തനിലൂടെ വിളിച്ചു പറയുകയാണ്, ആമേൻ, ഈ വലിയ ജനസമൂഹത്തെ കണ്ട് നീ ഭയപ്പെടേണ്ട, ഭ്രമിക്കേണ്ട. യുദ്ധം നിന്റേതല്ല, യുദ്ധം ദൈവത്തിൻ്റെത്. ഈ വിഷയം, ഈ പ്രശ്നം നിന്റേതല്ല, ഈ പ്രശ്നം ദൈവത്തിൻ്റെതാണ് എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ പൈതലിനെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ അത് അവന്റേതല്ല, അവനെ ഹല്ലേലൂയ ആമേൻ ആമേൻ അവനെ അഭിഷേകം ചെയ്ത അവന്റെ പിതാവായ ദൈവത്തിൻ്റെതാണ്. ഹല്ലേലൂയ ആമേൻ. രാത്രിയിൽ ആരോടൊക്കെ ദൈവത്തിന്റെ ശക്തമായും വ്യക്തമായും ഇടപെടുന്നു. ഹല്ലേലൂയ, നിന്നെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, നിന്നെ ദൈവം ഉപയോഗിക്കാൻ പോവുകയാണ്. നിന്നെ ദൈവത്തിന്റെ കയ്യിലെ ഇണങ്ങിയതും മൂർച്ചയുള്ളതുമായ പ്രയോജനമുള്ള ആയുധമായി ദൈവം നിന്നെ പ്രയോജനപ്പെടുത്താൻ പോകുന്ന ദൈവത്തിന്റെ ആത്മാവ് ആരോടൊക്കെ ദൂതിടപെടുന്നു. ഷഗന ഘടകസി അർദ്ധുനമന ഘടകമന വൈഷപ്രൗഢികതര ഘടകസി. ഹല്ലേലൂയ, അവൻ നിങ്ങളെ ലജ്ജിപ്പിക്കുവാൻ വിട്ടുകൊടുക്കത്തില്ല. ഹല്ലേലൂയ, ദൈവം വ്യക്തമായി ഇടപെട്ടു. അവരെ കണ്ട് നീ ഭയപ്പെടേണ്ട. അതുകൊണ്ട് ഹല്ലേലൂയ, യുദ്ധം, ഹല്ലേലൂയ, നീ പ്രാർത്ഥിക്കുക, നീ ആരാധിക്കുക, നീ വചനം ധ്യാനിക്കുക, നീ ദൈവത്തിന്റെ കൂടെ നടക്കുക, നീ സാന്നിധ്യത്തിനകത്തായിരിക്കുക. യുദ്ധം ദൈവത്തിനുള്ളത്. ഹല്ലേലൂയ, യുദ്ധം ദൈവത്തിനുള്ളത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതിന്റെ അർത്ഥം ആമേൻ, ദൈവം ഇറങ്ങി വന്ന് എല്ലാവരും ആമേൻ കൊന്നുകളയണം എന്നല്ല ഈ രാത്രിയിൽ ഞാൻ പറയുന്നത്. ഹല്ലേലൂയ ആമേൻ, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, ആമേൻ, ഈ ലോകത്തിന്റെ ശക്തിയോടും വാഴ്ചകളോടും അധികാരങ്ങളോടും, ഹല്ലേലൂയ, സാത്താനോടാണ് നമ്മുടെ യുദ്ധം. ഹല്ലേലൂയ, നോക്കിക്കേ, ശത്രു വന്ന് പരിപൂർണമായി തകർത്ത് കളയുമെന്ന് അവൻ പാർക്കുന്ന ദേശത്തിന് ചുറ്റും വളഞ്ഞ് പരിപൂർണമായി തകർത്ത് കളയുമെന്ന് ആമേൻ പദ്ധതി ഒരുക്കിയപ്പോൾ അവൻ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാനിടയായി തീർന്നു. അവൻ ഹല്ലേലൂയ ശത്രുവിന്റെ കയ്യിലെ കളിപ്പാവയായി തീരുവാൻ ദൈവം അനുവദിച്ചില്ല. ശത്രുവിന്റെ കയ്യിലെ കളിപ്പാട്ടമായി തീരുവാൻ ദൈവം അനുവദിച്ചില്ല. ശത്രുവിന്റെ കയ്യിലെ ആമേൻ കളിപ്പാട്ടമായി മാറുവാൻ അഭിഷേകമുള്ള ദൈവദാസനെ, അഭിഷേകമുള്ള ദൈവദാസിയെ, വാഗ്ദത്തമുള്ള ദൈവപൈതലെ നിന്നെ ദൈവം അനുവദിക്കത്തില്ല. നീ മുട്ടുമടക്കുന്നത് ദൈവസന്നിധിയിലായിരിക്കണം. നീ കേൾക്കേണ്ടത് ദൈവസന്നിധിയിലായിരിക്കണം. നീ പറയേണ്ടത് ദൈവസന്നിധിയിലായിരിക്കണം. നീ അനുസരിക്കേണ്ടത് ദൈവസന്നിധിയിലായിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം, അല്ലെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പത്രോസ് മറ്റു ശിഷ്യന്മാരും അവരൊരുമിച്ച് പടകിൽ യാത്ര ചെയ്യുമ്പോൾ വലിയ കാറ്റും കോളും തിരമലകളൊക്കെ ഉയർന്നു പടക് മുങ്ങുമാറാകുമെന്നുള്ള അവസ്ഥയൊക്കെ വന്നു. ഹല്ലേലൂയ. ആ രാത്രിയുടെ 4-ാം യാമത്തിൽ കർത്താവായ യേശു കടലിന്റെ മീതെ നടക്കുന്നത് കണ്ട് അവർ തെറ്റിദ്ധരിച്ചിട്ട്, കാരണം രാത്രിയിൽ അവർ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു അത്ഭുത കാഴ്ചയാണ് കണ്ടത്. കാരണം മനുഷ്യന് കടലിന്റെ മീതെ നടക്കാൻ കഴിയത്തില്ല. അത് ഭൂതങ്ങൾക്ക് കഴിയത്തുള്ളൂ, അല്ലെങ്കിൽ ദൈവമായിരിക്കണം. ദൈവമാണെന്നൊന്നും പെട്ടെന്ന് ചിന്തിച്ച് കാണത്തില്ല. കണ്ട പാതി കാണാത്ത പാതി. പത്രോസ് വിളിച്ചു പറഞ്ഞു, ഭൂതം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാനത് ആ കാരണങ്ങൾ ആ വിഷയങ്ങളിലേക്ക് അധികം ഞാൻ കടക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഞാൻ പറയട്ടെ, യേശുവാണെന്ന് തിരിച്ചറിഞ്ഞു. യേശുവാണെന്ന് അറിഞ്ഞത് പത്രോസിന്റെ ചിന്തയൊക്കെ പെട്ടെന്ന് മാറി. അവൻ വിളിച്ചു പറഞ്ഞു, കർത്താവേ, നീയാണെങ്കിൽ നീ നടക്കുന്നത് പോലെ എനിക്കും നടക്കണം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോടൊരു ദൂത് പറയട്ടെ. കർത്താവ് എങ്ങനെയായിരുന്നു അങ്ങനെയായി തീരുവാൻ ഒരു ഹൃദയം നിങ്ങൾക്കുണ്ടാകണം. അങ്ങനെയായി തീരുവാൻ ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാകണം. എന്നാൽ ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ, ഞാൻ വിളിച്ചു പറയട്ടെ,
ദൈവം കർത്താവായ യേശു എങ്ങനെയായിരുന്നു അങ്ങനെയായി തീരുവാനാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിച്ചത്. അതുകൊണ്ട് ഒരു അസൂയയും ലജ്ജയും കൂടാതെ കർത്താവ് വിളിച്ചു പറഞ്ഞു, പത്രോസേ നീ ഇറങ്ങി വാ. ഹല്ലേലൂയ. ഇന്നും പലരെയും നോക്കി കർത്താവ് വിളിക്കുന്നുണ്ട്, അവനെ ഇറങ്ങി വാ. എവിടേക്ക് ഇറങ്ങി വാ? ഹല്ലേലൂയ. ഞാൻ നിൽക്കുന്ന ഇടത്തേക്ക് ഞാൻ നടക്കുന്നത് പോലെ നടക്കുവാൻ, ഞാൻ സംസാരിക്കുന്നത് പോലെ സംസാരിക്കുവാൻ, ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യുവാൻ ഇറങ്ങി വരാൻ പറഞ്ഞു. കണ്ണടച്ചുകൊണ്ട് പത്രോസ് ഇറങ്ങിച്ചെന്നു. പ്രൈസ് ദി ലോർഡ്. കണ്ണടച്ചുകൊണ്ട് പത്രോസ് ഇറങ്ങിച്ചെന്നു. ഹല്ലേലൂയ. ഒരു സംശയവും കൂടാതെ. ആമേൻ. ഹല്ലേലൂയ. ഒരു ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഭയവും കൂടാതെ പത്രോസ് ഇറങ്ങിച്ചെന്നു. ഹല്ലേലൂയ. ഇറങ്ങിച്ചെന്നപ്പോൾ അതുവരെ അടിച്ചുകൊണ്ടിരുന്ന കാറ്റിന്റെ ശക്തി കൂടി, അതുവരെ ഉയർന്ന തിരമാലയുടെ ശക്തി വർദ്ധിച്ചു. ഹല്ലേലൂയ. സാഹചര്യങ്ങൾ മുൻപത്തേക്കാൾ അധികം മോശമായി, മുൻപത്തേക്കാൾ അധികം ഭയാനകമായി മാറി. ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാത്രിയിൽ അതിനകത്തുനിന്നൊരു ദൂത് വിളിച്ചു പറയാം. ഹല്ലേലൂയ. നീ ദൈവത്തെ കണ്ടിറങ്ങുമ്പോൾ, ദൈവത്തെ അറിഞ്ഞിറങ്ങുമ്പോൾ, മുൻപുള്ളതിനേക്കാൾ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ ആഞ്ഞടിച്ചേക്കാം. എന്നാൽ അതിനെ നോക്കാതെ ആ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാൻ തയ്യാറാണെങ്കിൽ വലിയ വിടുതൽ ദൈവപ്രവൃത്തി നീ കാണുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. വചനം പറയുന്നു, ഹല്ലേലൂയ, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. ഇതാണല്ലോ നമ്മുടെ ഇന്നത്തെ കുറിവാക്യം എന്ന് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. അവൻ നിങ്ങളെ ലജ്ജിപ്പിക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ. അവൻ നിങ്ങളെ ലജ്ജ മാറ്റി മാന്യതയുടെ പുതപ്പ് നിങ്ങളുടെ മേലിട്ട് അവൻ ഹല്ലേലൂയ നിങ്ങളെ ഉയർത്തുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പെട്ടെന്ന് തന്നെ സാഹചര്യങ്ങൾ മാറി. അവന്റെ ദൃഷ്ടി കർത്താവിന്റെ മുഖത്ത് നിന്ന് മാറി. അവൻ സാഹചര്യങ്ങളെ നോക്കാൻ തുടങ്ങി. അവൻ കാറ്റും കോളും തിരമാലയുടെ ശബ്ദവും തിരമാലകളുടെ അലച്ചിലും കണ്ട് അവൻ ഭയപ്പെടുവാനും നിലവിളിക്കുവാനും തുടങ്ങി. പെട്ടെന്ന് യേശു നിന്ന സ്ഥാനത്തിൽ നിന്ന് അവൻ ഹല്ലേലൂയ മാറി. അവൻ വെള്ളത്തിന് സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് മുങ്ങുവാൻ തുടങ്ങി. നമ്മുടെ ദൃഷ്ടി മാറും. പുസ്തകത്തിൽ നാം വായിച്ചു, പ്രതികൂലം വന്നപ്പോൾ ശത്രു അവർക്ക് നേരെ വന്നപ്പോൾ അവർ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി അവർ ഉയരത്തിലേക്ക് നോക്കി, അവങ്കിലേക്ക് തിരിഞ്ഞു. ഹല്ലേലൂയ. പെട്ടെന്ന് വിശ്വാസം മാറി, അവന്റെ ദൃഷ്ടി മാറി. അവൻ സമുദ്രത്തിലേക്ക് മുങ്ങാൻ തുടങ്ങി. കർത്താവ് കരം പിടിച്ചിട്ട് അവൻ നിലവിളിക്കുവാൻ തുടങ്ങി. കർത്താവ് കരം പിടിച്ചു പത്രോസിനെ ഉയർത്തി, അല്പവിശ്വാസിയെ നീ എന്തിന് സംശയിച്ചു? ഞാൻ പറഞ്ഞത്, യേശുവിന്റെ മുഖത്തേക്കാണ് നിന്റെ ദൃഷ്ടിയെങ്കിൽ, നീ യേശുവിലേക്കാണ് തിരിയുന്നതെങ്കിൽ, നീ എങ്ങും വീണു പോകുവാൻ, എങ്ങും താണു പോകുവാൻ, എങ്ങും ലജ്ജിക്കപ്പെടുവാൻ ദൈവം അനുവദിപ്പിക്കത്തില്ല. നിങ്ങളെ ഒരിക്കലും ലജ്ജിപ്പിക്കുന്ന ദൈവമല്ല. നിങ്ങളെ ഒരിക്കലും താഴ്ചയിലേക്ക് തള്ളിയിടുന്ന ദൈവമല്ല. നിങ്ങളെ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ദൈവം. നിങ്ങളെ ഹല്ലേലൂയ പൊടിയിൽ നിന്ന് കുപ്പയിൽ നിന്ന് നിങ്ങളെ ഉയർത്തി പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ഈ ദൈവിക സന്ദേശം കേൾക്കുന്ന ഹല്ലേലൂയ ജനത്തോട് പറയുവാനുള്ളത്, അവൻ നിങ്ങളെ ലജ്ജയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കത്തില്ല. അവൻ ആരുടെ മുൻപിൽ നിങ്ങളെ തലകുനിക്കുവാൻ വിട്ടുകൊടുക്കത്തില്ല. ആരുടെ മുൻപിൽ നിന്നയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കത്തില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ ദൃഷ്ടി യേശുവിലാണെങ്കിൽ, നിങ്ങളുടെ ഹല്ലേലൂയ ചിന്ത യേശുവിലാണെങ്കിൽ, കൊലോസ്യ ലേഖനം പറയുന്നു, ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിക്കണം, ഉയരത്തിലുള്ളതിനെ കുറിച്ച് തന്നെ ചിന്തിക്കണം. ഏത് സാഹചര്യത്തിന്റെ നടുവിലും അവൻ പരാജയത്തിനും ലജ്ജയ്ക്കും നിന്ദയ്ക്കും താഴ്ചയ്ക്കും വിട്ടുകൊടുക്കത്തില്ല. അവൻ നിങ്ങളെ ഉയർത്തുന്ന ദൈവമാണ്. കാരണം അവന്റെ പേര് അത്യുന്നതനായ ദൈവം എന്നാണ്. അത്യുന്നതനായ ദൈവം നിങ്ങളെ താഴ്ത്തുകയല്ല, അവന്റെ മഹത്വത്തിനൊത്തവണ്ണം അവൻ നിങ്ങളെ ഉയർത്തുവാനിടയായിത്തീരും. നിശ്ചയമായും ഈ വചനങ്ങളാൽ
ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹമേറിയ നല്ല രാത്രിക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വചനം ഇപ്പോൾ ലൈവിൽ കാണുന്നവരും ഇതിന് ശേഷം കാണുന്നവരും ഒരുപോലെ ദൈവം അനുഗ്രഹിക്കണം. അവരുടെ എല്ലാ നിരാശകൾ മാറട്ടെ, ജീവിതത്തിലെ എല്ലാ ഒറ്റപ്പെടലുകൾ മാറട്ടെ, ജീവിതത്തിലെ എല്ലാ പ്രതികൂലങ്ങളും മാറട്ടെ, എല്ലാ നിരാശകൾ മാറട്ടെ, വലിയ വിടുതലുകൾ ഉണ്ടാകട്ടെ. എല്ലാ നിന്ദയുടെ അനുഭവങ്ങളെ മാറ്റി ഒരു മാന്യതയുടെ പുതപ്പ് ഈ രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് അവയെ കേൾക്കുന്ന ജനത്തിന്റെ മേലിടണമേ. അവയെ അഭിഷിക്തമാർക്കായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അവരുടെ ജീവിതത്തിൽ വലിയ ശുശ്രൂഷയിൽ വലിയ ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ, ശുശ്രൂഷയിൽ വലിയ ടേണിംഗ് പോയിന്റ് ഉണ്ടാകട്ടെ. അത്ഭുതങ്ങളെ ദൈവം ചെയ്യണമെന്ന് നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. ഒരു വലിയ എഴുന്നേൽപ്പിന് ഈ രാത്രിയിൽ ദൈവാത്മാവ് ഇടയാക്കണമെന്ന് നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. രോഗികളായി ഭാരപ്പെടുന്നവർ, ഇടഭാരങ്ങൾ അനുഭവിക്കുന്നവർ, മറ്റു പ്രതികൂലങ്ങളിലൂടെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവർ, ശുശ്രൂഷയിൽ പുറത്തു വരാൻ കഴിയാതെ ഭാരപ്പെടുന്നവർ, യേശുവിൻ നാമത്തിൽ പുറത്തു വരട്ടെ. ജോലിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തടസ്സങ്ങൾ, വിദ്യാഭ്യാസ സംബന്ധമായ വിഷയങ്ങൾ, അതിനകത്തൊക്കെ വലിയ ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. പുതിയ വഴികൾ ദൈവം തുറക്കണം. രാജ്യങ്ങളുടെ വാതിലുകൾ ദൈവം തുറക്കണം. ജോലിയുടെ വാതിലുകൾ ദൈവം തുറക്കണം. ആമേൻ. കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, തകർച്ചകൾ, തലമുറകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കകത്ത് പരിശുദ്ധമായ രാത്രിയിൽ വലിയ വിടുതലയക്കണം എന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യണം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ നല്ല പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ്. ദൈവം എല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ. ആമേൻ. എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ. ഗോഡ് ബ്ലെസ്.